വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം 4th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് എക്സാം അടുത്ത ഒരാഴ്ചയാകുമ്പോൾ എക്സാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്ത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. കാരണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ബേസിൽ വരും, അതായത് ഇപ്പോൾ 3 മാർക്സ് ആണ് കേട്ടോ. മുമ്പ് 2 മാർക്സും വെയിറ്റേജ് 1 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 3 മാർക്സ് ബേസിൽ അത് ഏതൊക്കെയാണ് വരിക എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ കൊല്ലം അത് പഠിച്ചിരിക്കണം. അത് മേ ബി വന്നേക്കാം അല്ലെങ്കിൽ വരില്ല, പക്ഷേ എങ്കിലും നമ്മൾ അറിഞ്ഞിട്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് ശരിയല്ല. നല്ല മാർക്ക് സ്കോർ ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതേപോലെ തന്നെ ആൻസേഴ്സൊക്കെ എഴുതാൻ പഠിക്കുക. ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാതെ എഴുതിയാലാണ് നമുക്ക് അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. എഴുതുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ആദ്യത്തെ 10 എണ്ണം എഴുതണം പറയും. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 15 എണ്ണം തന്നിട്ട് 10 എണ്ണം എഴുതണം. അത് 3 മാർക്കിൻ്റെയാണ്. അതല്ല 11, 12, 13 എല്ലാം എഴുതാം. പക്ഷേ നമുക്ക് സീലിംഗ് ഉള്ളത് 30 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് 3 മാർക്സ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ അവിടെ നമ്മൾ 1 മാർക്ക് പ്രതി കിട്ടുമോ അല്ലെങ്കിൽ 2 മാർക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ട് ആ പോയ മാർക്ക് നമുക്ക് ഇവിടെ മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ട്രിക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കിട്ടും നല്ല രീതിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് പ്രോഫിറ്റ് സെൻറ്റർ? ഡിഫൈൻ ഇൻവെൻട്രി. വാട്ട് ഈസ് ഡയറക്റ്റ് ലേബർ? വാട്ട് ഈസ് ടൈം സ്റ്റഡി? ഇത് ഫസ്റ്റ് മോഡ്യൂളാണ് കേട്ടോ. നമുക്ക് അറിയാലോ പ്രോഫിറ്റ് സെൻറ്റർ, ദെൻ ഡിഫൈൻ ഇൻവെൻട്രി, ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്നോ ഡയറക്റ്റ് എക്സ്പെൻസസ് അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതണം കേട്ടോ. അതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 3 കമ്പോണൻറ്റ്സ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഫിക്സ്ഡ് ഓവർ ഹെഡ്. അതേപോലെ തന്നെ വാട്ട് ഈസ് പർച്ചേസ് ഓർഡർ. ദെൻ വാട്ട് ഈസ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ 3 മാർക്സും ഒരു എസ് എ ടൈപ്പൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളതാണ്. ദെൻ വാട്ട് ഈസ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ, ഈ പറഞ്ഞ 3 മാർക്സ് ബേസിസിലുള്ളത്. ചിലതിലൊക്കെ ഞാൻ വർഷം എഴുതിയിട്ടുണ്ട്, ചിലതിൽ വർഷം എഴുതി, പക്ഷേ എങ്കിലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസാണ്. അതിൽ പറയുന്നത് കോസ്റ്റ് സെൻറ്റർ എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഡിഫൈൻ ബിൽ ഓഫ് മെറ്റീരിയൽ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 3 കമ്പോണൻറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. നമ്മൾ 2019 അവരെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അറിയോ? കമ്പോണൻറ്റ്സ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡിൻ്റെ കമ്പോണൻറ്റ്സ് അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൻ്റെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് വേരിയബിൾ ഓവർ ഹെഡ്. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നോട്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ബഡ്ജറ്റിംഗ്. ദെൻ വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ലേബർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, അതേപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. അതേപോലെ ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. വേറെ വർഷത്തെ 2018 ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ഔട്ട് ദ ലിമിറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. Then distinguish between standing charges and operating charges. Then what are the main features of process costing? Next question: what do you mean by extra work? How do you treat the same in contract accounts? The next: what is WED analysis of material control? The next: what do you mean by differential piece weight system? The next question: what do you mean by chargeable expenses? The next: what do you mean by machine hour rate? MHR എന്ന് ചോദിച്ചാലും you can write same answer. Okay. Then how do you calculate prime cost? അറിയാലോ total of all direct expenses ആണല്ലോ. Okay. Then അടുത്തത് give any 4 methods of reallocating service department overhead to production departments. Okay, ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നെക്സ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ വാട്ട് ഈസ് ഡേഞ്ചർ ലെവൽ. അത് സ്റ്റോക്ക് ലെവലിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ലെവൽ, റീഓർഡർ, മാക്സിമം ലെവൽ, അതിൻ്റെ പ്രോബ്ലവും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ തിയറി. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ഫങ്ഷണൽ ബഡ്ജറ്റ്. ദെൻ വാട്ട് യു മീൻ ബൈ ഡയറക്റ്റ് എക്സ്പെൻസസ്. കണ്ടു, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ
എല്ലാ വർഷവും ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ദെൻ വാട്ട് ഈസ് റിട്ടൻഷൻ മണി, സ്റ്റേറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം, ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്, ദെൻ വാട്ട് ഈസ് ബാച്ച് കോസ്റ്റിംഗ്, ദെൻ വാട്ട് ഈസ് സ്റ്റോഴ്സ് ledger, ദെൻ വാട്ട് ഈസ് ഐഡിയൽ ടൈം. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ ഡിഫൈൻ കോസ്റ്റ് സെൻറ്റർ, കണ്ടോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ ബിൻ കാർഡ് എന്നാൽ എന്തെന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി ചോദിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ബിൻ കാർഡ്. നമ്മൾ ഇപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ബിൻ കാർഡ് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എങ്കിലും ഉണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പേപ്പറിലുള്ളതാണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഐഡിയൽ ടൈം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് അബ്സോർപ്ഷൻസ് ഓഫ് ഓവർ ഹെഡ്സ്, ദെൻ വാട്ട് ഈസ് ബാച്ച് കോസ്റ്റിംഗ്, then what is cost plus contract, then what is mean by normal and abnormal process loss, then what is cost control account, name 2 undertakings in which operating costing in use, what is cost sheet, പിന്നെ അടുത്ത് give 2 objectives of material control. നെക്സ്റ്റ് 53 ആണ് വരുന്നത്. ഞാൻ നമ്പർ ഇട്ടിട്ട് അത് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയതാട്ടോ, ജസ്റ്റ് ഇനിയിപ്പോൾ അത് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് ഡിഫൈൻ കോസ്റ്റിംഗ്, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ്, ദെൻ നെക്സ്റ്റ് ഡിഫൈൻ കോസ്റ്റ് സെൻറ്റർ. കണ്ടോ കോസ്റ്റ് സെൻറ്റർ എത്ര വട്ടം ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ നോർമൽ കോസ്റ്റ്, ദെൻ വാട്ട് ഈസ് ബിൻ കാർഡ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് യു മീൻ ബൈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ദെൻ ഡിഫൈൻ ബഡ്ജറ്ററി കൺട്രോൾ, ദെൻ വാട്ട് യു മീൻ ബൈ അനാലിസിസ് ഓഫ് വേരിയൻസ്, ദെൻ വാട്ട് യു മീൻ ബൈ ഐഡിയൽ ടൈം. ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 2 മാർക്സ് ബേസിൽ തന്നെ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. Then next define a profit center. Then next what do you mean by perpetual inventory system. Next question what is time booking. Explain the term machine hour rate. കണ്ടോ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. Then what is EOQ. EOQ ഒക്കെ 3 മാർക്സ് ബേസിൽ, അതേപോലെ തന്നെ പ്രോബ്ലം ചോദിക്കാറുണ്ട് 6 മാർക്സിൻ്റെ ബേസിൽ കേട്ടോ. Then what is escalations clause. Then what do you mean by composite unit. What is variance analysis. Define master budget. Then next what do you mean by costing, then opportunity cost, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് കോസ്റ്റ്, ദെൻ ഡിഫൈൻ കോസ്റ്റ് സെൻറ്റർ. ഞങ്ങൾ ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം 4 വർഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ ബാച്ച് കോസ്റ്റിംഗ് റിപ്പീറ്റഡ്, EOQ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് യു മീൻ ബൈ FSN അനാലിസിസ്, ദെൻ വാട്ട് ഈസ് വേസ്റ്റ്, ദെൻ വാട്ട് യു മീൻ ബൈ ടൈം കീപ്പിംഗ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ടെന്ന് നോക്കൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് EOQ, ദെൻ വാട്ട് ബൈ പ്രോഡക്റ്റ്, എന്താണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് റിട്ടൻഷൻ മണി, ദെൻ അബ്നോർമൽ ലോസ് എന്നാൽ എന്ത്, ഡിഫൈൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഡിഫൈൻ ഓവർ ഹെഡ്, ദെൻ വാട്ട് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, ദെൻ വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് ടൈം ബുക്കിംഗ്. നെക്സ്റ്റ് ഡിഫൈൻ കോസ്റ്റ് യൂണിറ്റ്, ദെൻ വാട്ട് യു മീൻ ബൈ ഡയറക്റ്റ് കോസ്റ്റ്, ദെൻ EOQ, define ideal time, then what do you mean by overhead, what is machine hour rate, what do you mean by composite cost unit, define job costing, what is cost plus contract. repeated question ഏതൊക്കെയാണ് നോക്ക്, കോസ്റ്റ് യൂണിറ്റ്, ഡയറക്റ്റ് കോസ്റ്റ്, EOQ, ഐഡിയൽ ടൈം, മെഷീൻ അവർ റേറ്റ്. ഇതിൽ തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. 15 എണ്ണം തരും, അതിൽ 10 എണ്ണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ലോഗ് ബുക്ക്, ദെൻ വാട്ട് ഈസ് എസ്കലേഷൻ ക്ലോസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് സേഫ്റ്റി ലെവൽ സ്റ്റോക്ക്, അത് സ്റ്റോക്ക് ലെവലിൻ്റെ എല്ലാം പഠിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൽ വരുന്നതാ. ദെൻ ഇൻഡയറക്റ്റ് ലേബർ ഞാൻ പറഞ്ഞിരുന്നു, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ വരുന്ന ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതും നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. ചിലപ്പോൾ സമയത്ത് ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ essay ടൈപ്പായിട്ടും ചോദിക്കാം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചേക്കുക. ദെൻ ഡിഫൈൻ ജോബ് അനാലിസിസ്, ദെൻ ഡിഫൈൻ കോസ്റ്റ് യൂണിറ്റ്, ദെൻ വാട്ട് ഈസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, നമ്മുടെ FIFO മെത്തേഡ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. കണ്ടോ ഞാൻ എലമെൻറ്റ്സ് പഠിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതന്നെയാണ് സംഭവം. ഓക്കെ, പിന്നെയുള്ളത് വാട്ട് ഈസ് അബ്നോർമൽ പ്രോസസ് ലോസ്. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ കോസ്റ്റ് യൂണിറ്റ്, ദെൻ വാട്ട് ഈസ് EOQ. കണ്ടോ എത്ര വട്ടോ EOQ ചോദിച്ചിരിക്കുന്നതെന്ന്. ദെൻ വാട്ട് യു മീൻ ബൈ വർക്ക് അൺസെറ്റിഫൈഡ്, ദെൻ ഡിഫൈൻ ഐഡിയൽ ടൈം, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ദെൻ ഗീവ് ദ മീനിങ് ഓഫ് മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റ് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബാച്ച് കോസ്റ്റിംഗ് റിപ്പീറ്റഡ്, ദെൻ സ്ക്രാപ്പ്, അത് നമ്മൾ സ്ക്രാപ്പും പിന്നെ അതേപോലെ മുമ്പ് പഠിച്ചത് വേസ്റ്റ് എന്ന് പറയുന്ന രീതിയും പഠിച്ചിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. ദെൻ കോസ്റ്റ് ഷീറ്റ്, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇത്രയുമാണ് 2 മാർക്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു 10-11 വർഷത്തെ 12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓരോ മോഡ്യൂളിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഇതിൽ തന്നെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. ഓക്കെ, ഇതിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു 15 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നന്നായിട്ട് രീതിയിൽ കാണുക, അത് നല്ല രീതിയിൽ എഴുതുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്